സംസ്ഥാനത്തെ +1, +2 പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 26 വരെയുള്ള 9 ദിവസങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. ഹയർ സെക്കൻഡറി 2ാം വർഷ പ്രായോഗിക പരീക്ഷ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. വിവരങ്ങൾ സാന്ത്വന നൽകും. സാന്ത്വന, എപ്പോഴാണ് പരീക്ഷ ആരംഭിക്കുന്നത്? പ്രത്യേകിച്ച് ചൂട് കൂടിയ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഒരുക്കിയിട്ടുള്ളത്? അജയ്, സംസ്ഥാനത്തെ +1, +2 VHSC പരീക്ഷകൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. അല്പസമയത്തിനകം തന്നെ പരീക്ഷ ആരംഭിക്കും. 9:30-ക്കാണ് പരീക്ഷ തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ തന്നെ വിദ്യാർത്ഥികളൊക്കെ തന്നെയും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവരവരുടെ ഹാളുകളൊക്കെ നോക്കി അവസാനവട്ട ഒരു പ്രിപ്പറേഷനിലാണ് എല്ലാവരും. മുമ്പ് കാണാറുള്ളത് പോലെ വിദ്യാർത്ഥികളുടെ മുഖത്തൊന്നും വളരെ വലിയ ടെൻഷനൊന്നും കാണുന്നില്ല. എന്നാലും ഇനി ബെല്ലടിക്കാൻ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണ്ട് 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് പരമാവധി കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി അവരുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ ഒന്ന് ഉറപ്പ് വരുത്താനുള്ള ഹോൾ ടിക്കറ്റ് ഒക്കെ കയ്യിലുണ്ടോ, ഏതാണ് അവരുടെ എക്സാം ഹോൾ എന്നൊക്കെ ഉറപ്പ് വരുത്താനുള്ള ഒരു തിരക്കിലാണ് ഇവിടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ. ഇത്തവണ 4,14,159 വിദ്യാർത്ഥികളാണ് +1-ൽ പരീക്ഷ എഴുതുന്നത്. അതുപോലെ തന്നെ 4,41,213 വിദ്യാർത്ഥികളാണ് +2-ന് പരീക്ഷ എഴുതുന്നത്. 2017 എക്സാം കേന്ദ്രങ്ങൾ, പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഇത്തവണ സജ്ജമാക്കിയിരിക്കുന്നത്. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് ചോദിച്ചതുപോലെ തന്നെ ചൂട് ഇത്തവണ വളരെ വലിയൊരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ജനുവരി മുതൽ തന്നെ സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളും ശുദ്ധജലം എല്ലാം ഒരുക്കി തന്നെയാണ് ഇത്തവണ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത്. അവർക്ക് വേണ്ട പോലെ വെള്ളം കുടിക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു അവസാനവട്ട പ്രിപ്പറേഷനിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാലും എല്ലാവരും തിരക്കിലൊക്കെയാണ്. പക്ഷെ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. പഠിച്ചോ? ഇന്ന് ഏതാ എക്സാം? ഇന്നിപ്പോൾ ഫിസിക്സ്. ടെൻഷൻ ഉണ്ടോ? ഒരുവിധം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. സാധാരണ നിങ്ങളുടെ പുതിയ കുട്ടികൾക്കൊന്നും ടെൻഷൻ ഇല്ലെന്നാണല്ലോ പറയാറ്. ഇപ്പോൾ +2 ആയതുകൊണ്ട് ലാസ്റ്റ് ഇയർ കൂടെ ഇല്ല, അപ്പം അതിൻ്റെ ഒരു പേടിയുണ്ട്. കയറാൻ പോവാണ്. ചില ആളുകൾക്കൊക്കെ ടെൻഷൻ ഉണ്ടെന്നാണ് അജി പറയുന്നതിന്റെ സാധാരണയായി തന്നെ എക്സാമാണ്. ഇപ്പം ഞാനിവിടെ ഒരു 8:45 വന്നാണ്. ഈ കുട്ടികളുടെയൊക്കെ ടെൻഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഞങ്ങളുടെ ക്യാമറമാനോട് പറയായിരുന്നു, എനിക്ക് തന്നെ ടെൻഷൻ ആകുന്നു ഇവരുടെ ഒരു ടെൻഷൻ കണ്ടിട്ടെന്ന്. അപ്പം അങ്ങനെ എല്ലാവരും അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 9:30-ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 11:45 വരെയാണ് പരീക്ഷ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമും കൂടെ ചേർത്തിട്ടാണ് 11:45 വരെയാണ് പരീക്ഷ. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വിദ്യാർത്ഥികളൊക്കെ തന്നെയും ക്ലാസ്സിനകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അവരെല്ലാം സജ്ജരായി ഈ വർഷത്തെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. പഠിച്ചോ? ഹലോ, ഏതാ പരീക്ഷ? മലയാളം. സെക്കൻഡ് ലാംഗ്വേജ് ആണല്ലേ? അല്ല, ഫസ്റ്റ് ലാംഗ്വേജ്. ഇപ്പം +1 ആണോ +2 ആണോ? അല്ലല്ലോ, 9. ഇവിടെ ചില ആളുകൾ 9ാം ക്ലാസ് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അവർക്ക് പരീക്ഷയാണ്. അപ്പം അവർ സീനിയേഴ്സിന്റെ കൂടെ പരീക്ഷ എഴുതാൻ വന്ന കുട്ടികളാണ്. അപ്പൊ നമ്മൾ മാറി അവരുടെ അടുത്ത് ചോദിച്ചതാണ്. അപ്പം ഹലോ, +1 ആണോ +2 ആണോ? പരീക്ഷയ്ക്കെല്ലാം പഠിച്ചോ? പഠിച്ചു. എന്ത് പരീക്ഷ? മലയാളം. ഈ +1 +2 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അടുത്ത് ഇനി എന്ത് പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു തയ്യാറെടുക്കുന്ന വർഷം കൂടിയാണല്ലോ. അപ്പൊ അങ്ങനെ പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ടാണോ പഠിച്ചേക്കുന്നത്? ആദ്യം +1 നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിക്കണം എന്നാണ് ആഗ്രഹം. രണ്ടിൻ്റെയും കൂടെ സ്കോർ എടുത്തിട്ടാണല്ലോ ഹയർ അഡ്മിഷനൊക്കെ പോകുന്നത്. അതുകൊണ്ട് നല്ല പ്രിപ്പറേഷനിലൊക്കെയാണ്. ടെൻഷൻ ഉണ്ടോ? ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. കോഡ് സബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ ടെൻഷനൊക്കെ സ്വാഭാവികമല്ലേ. അപ്പൊ അജി, അതുപോലെ എല്ലാവരും അവരവരുടെ ഒരു തിരക്കിലാണ്. കാരണം 9:15 അവർക്ക് ക്ലാസ്സിൽ കയറണം. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ തന്നെയും ക്ലാസ്സിലേക്ക് കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കൃത്യം 9:30-ക്ക് തന്നെ പരീക്ഷ തുടങ്ങും. 11:45 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്തുടനീളം ഈ പരീക്ഷയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. 2017 പരീക്ഷാ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ 1994 പരീക്ഷാ കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. ബാക്കി പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിന് പുറത്താണ്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിദ്യാർത്ഥികൾക്കൊന്നും വളരെ വലിയ ടെൻഷനൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്ന് സെക്കൻഡ് ലാംഗ്വേജും ഫസ്റ്റ് ലാംഗ്വേജും ഒക്കെയാണ് പരീക്ഷ ഉള്ളത്. അപ്പം അതിന്റെ ഒരു ടെൻഷനൊന്നും ആർക്കും കാണുന്നില്ല. ഇനി ഹോട്ട് സബ്ജക്ട്സ് ഒക്കെ വരുമ്പോൾ മാത്രമേ ടെൻഷൻ ഉള്ളൂ എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും, ഈ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരത്തിൽ നമുക്കൊരു ആശംസ കൂടി നേരാം. അജി. യെസ്, തീർച്ചയായും പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസയും കൂടെ സാന്ത്വനയുടെയും ഭാഗത്തുനിന്നും ഒപ്പം എൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ നേരുകയാണ്. ഇന്ന് ഫിസിക്സ് ആണ്, അതും ഫിസിക്സും മലയാളവുമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കകളൊന്നുമില്ല എന്നാണ് തിരുവനന്തപുരത്ത് നിന്നും സാന്ത്വന റിപ്പോർട്ട് ചെയ്യുന്നത്.